ഹലോ ഗൈസ്, ഞാൻ അൽജോ എലിസ് അൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഓൾറെഡി നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് യു കെയിലൊക്കെ പോയി നിങ്ങൾ ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് യു കെയിൽ ചെന്നിട്ടുള്ള ആളുകളാവും. പക്ഷേ ഇപ്പം വരാൻ പോകുന്ന പുതിയ ഈ റൂൾ ചേഞ്ച് മൂലം നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് ഒത്തിരി വിഭിന്നമാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്റ്റിൽ നിങ്ങളൊരു സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ആളാണെങ്കിലും, അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡീസിനൊക്കെ ശേഷം നിങ്ങൾ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ജോലി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് വിടും. സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടിലേക്ക് കയറി പോകണം, നമ്മുടെ വിസ എക്സ്പയർ ആവും. ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളുടെ അനുഭവങ്ങൾ നമ്മളിപ്പോൾ പല സ്ഥലത്തു നിന്നായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ പേഴ്സണലി വന്ന് പലരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരു ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഇവരെല്ലാം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇവർ ചിലപ്പോൾ ഒത്തിരി ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവർക്ക് ആർക്കും പലതരത്തിലുള്ള ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി കിട്ടുന്നില്ല. ഈ IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേറെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ അവരവർ പഠിച്ചതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതെങ്കിലും മേഖലകളിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒത്തിരി ആളുകൾ, അത് വളരെ ചെറിയ പ്രായത്തിൽ ചെന്ന് വളരെയേറെ കഷ്ടപ്പെട്ട് അവനവൻ പഠിച്ച മേഖലയിൽ ഒന്നുമല്ലാതെ വളരെ അണ്ടർപെയ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ അവരാഗ്രഹിക്കുന്ന, അവർക്ക് ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു PR-ലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന, ഒന്നും പേടിക്കാതെ യു കെയിൽ തുടർന്ന് നിന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണേ. മെയിനായിട്ട് ഞാൻ പറയാൻ പോണത് യു കെയും ജർമ്മനിയുമാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യു കെയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 2 ഓപ്ഷൻസ് തരുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റ് റീജിയനിലുള്ള ദുബായ് പോലുള്ള രാജ്യങ്ങളിലേക്ക് വരികയോ, അല്ലെങ്കിൽ നിങ്ങൾ ജർമ്മനിയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ത്രൂവോ, അല്ലെങ്കിൽ അവിടെയുള്ള പല പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആപ്റ്റായിട്ടുള്ളൊരു പ്രോഗ്രാം ചൂസ് ചെയ്തുകൊണ്ട് ജർമ്മനിയിലോട്ട് എത്തിപ്പെടുകയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളൊരു കാര്യം ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ചുമ്മാ ഓടി ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് വന്ന ഉടനെ നമുക്ക് ആർക്കും ജോലി എടുത്ത് തരത്തില്ല. അവിടെയും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ജോലി കണ്ടെത്താം, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 5-6 പോയിൻറ്റ്സ് ആണ് ഞാൻ ഈ പറയാൻ പോണത്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് പരിഗണിക്കുകയും ഇതനുസരിച്ച് നിങ്ങൾ ഒരു ജോബ് അപ്ലൈ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 99% ജോലി കിട്ടുമെന്നുള്ള കാര്യം ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ യു കെ ആണെങ്കിലും ഇതേപോലെ തന്നെ ജർമ്മനി ആണെങ്കിലും ദുബായ് ആണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു ജോബ് സെർച്ച് ടൂൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടൂളാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ടൂളിൻ്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ഇന്നും നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും അറിയത്തില്ല. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് പക്ക പ്രൊഫഷണൽ കാര്യങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പോലെയോ ഇൻസ്റ്റാഗ്രാം പോലെയോ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഫുള്ളായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഓരോ മേഖലകളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് ലിങ്ക്ഡിൻ. അപ്പം നമ്മളിപ്പോൾ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു, മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഏത് സെക്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഒരു കാറ്റഗറി ഓഫ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിലുള്ള ആളുകളുമായിട്ട് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട്, നിങ്ങൾ പല ആളുകൾക്കും ഓൾറെഡി നിങ്ങൾ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നത് കാണും. എന്നാലും ചില ആളുകൾക്ക് ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാവാതെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു അക്കൗണ്ട് മാത്രം എടുത്തിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലിങ്ക്ഡിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ആ ലിങ്ക്ഡിൻ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റുകളും നിങ്ങളുടെ എക്സ്പീരിയൻസസും നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസും വ്യക്തമായിട്ട് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളൊരു ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ പകുതി പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം മജോറിറ്റി ടൈമിലും നമ്മൾ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നമ്മുടെ ഒരു ഫോട്ടോ ഇടും. ആ ഫോട്ടോ എന്താ നമ്മളിടുന്നത്? ജസ്റ്റ് എന്തെങ്കിലും കാഷ്വലായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള പോലെ ഏതെങ്കിലും ഒരു ഫോട്ടോ, അതല്ല നമ്മൾ ഇടേണ്ടത്. നമ്മൾ പ്രൊഫഷണലി നമ്മുടെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഫോട്ടോ തന്നെ, ഒരു പ്രൊഫൈൽ പിക്ചർ തന്നെ ലിങ്ക്ഡിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിനൊരു കവർ
പിക്ചർ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമ്മുടെ ജോലി എന്താണ്, നമുക്ക് എന്താണ് എക്സ്പീരിയൻസ്, നമ്മൾ ഏത് മേഖലയിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കവർ ലെറ്റർ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലേക്കും പ്രൊഫൈൽ സെക്ഷനിലേക്കും ഒക്കെ വരുമ്പം വാരി വലിച്ച് നിങ്ങൾ ഏത് നാട്ടിൽ നിന്നുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ് എന്താണ്, ഇതൊന്നും അല്ല നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഏതൊക്കെ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏത് ടൈം തൊട്ട് ഏത് ടൈം വരെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുകൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള കമ്പനികളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള നിങ്ങളുടെ മാനേജേഴ്സോ അല്ലെങ്കിൽ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരിക്കുന്ന കൊളീഗ്സോ ഒക്കെ ആളുകൾ നിങ്ങളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ചുമ്മാ വാരി വലിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ഹോബീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അതേപോലെ തന്നെ കുറേ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതൊന്നും അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഏതൊക്കെ കമ്പനി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ എന്ത് റോളിലാണ് വർക്ക് ചെയ്തത്, ഏത് പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്തത്, അവിടെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് എന്താണ്, നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടും അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കമ്പനികളിലെ മാനേജേഴ്സിനെ കൊണ്ടും ഒക്കെ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അവിടെ പോയി നിങ്ങളുടെ പഴയ മാനേജേഴ്സിനോടൊക്കെ സംസാരിച്ച് അവരോട് പറയാം അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ ലിങ്ക്ഡിനിൽ ഒന്ന് മെൻഷൻ ചെയ്യാവോ എന്ന് റിക്വസ്റ്റ് ചെയ്യുക. അവർക്കതിന് വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. അവർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് അവരവിടെ മെൻഷൻ ചെയ്യും. ഇതൊക്കെ നിങ്ങളെ ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതാണ് ലിങ്ക്ഡിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി റെഫറൽസ് ആണ് ലിങ്ക്ഡിൻ കൊണ്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ലിങ്ക്ഡിനകത്ത് നമുക്ക് ഒത്തിരി നമ്മുടെ മേഖലയിൽ തന്നെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെയൊക്കെ സ്വപ്നത്തിലുള്ള ഒത്തിരി നമ്മൾ ആഗ്രഹിച്ച പല കമ്പനികളും ഉണ്ടാവും അല്ലേ. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ആഗ്രഹമായിരിക്കും അവർക്ക് ലോകത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം ഗൂഗിളിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? പലപ്പോഴും നമ്മൾ പോയി കാണുന്ന ജോലിക്കല്ല അപ്ലൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കിങ്ങനെ ജോലി കിട്ടത്തില്ല. പകരം എന്ത് ചെയ്യും, നമ്മൾ ആ കമ്പനികളിൽ തന്നെ വർക്ക് ചെയ്യുന്ന മാനേജർ പൊസിഷനിലുള്ള ആളുകൾ, HR പൊസിഷനിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യമേ അവർക്കൊരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. ചുമ്മാ വാരി വലിച്ച് എല്ലാവർക്കും ഓക്കെ സെൻഡ് റിക്വസ്റ്റ് അയക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് അവരുമായിട്ട് കണക്ഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ആദ്യത്തെ നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് തന്നെ അതിനകത്തൊരു കുഞ്ഞ് നോട്ട് ആഡ് ചെയ്യാനുള്ള സെക്ഷനുണ്ട്. അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം, ഞാൻ ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഇന്ന വർക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾ ഇൻസ്പയർഡായി. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ അത് എൻ്റെ കരിയറിലും ഫ്യൂച്ചറിലേക്ക് ഒത്തിരി ഗ്രോത്തുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ നിന്ന് എനിക്ക് ഒത്തിരി ചിലപ്പം പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആൾക്കൊരു റിക്വസ്റ്റ് അയക്കുക. സ്വാഭാവികമായിട്ടും അവർ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം അവരിടുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾ ലൈക്സ് കൊടുക്കുക, കമൻറ്റ്സ് കൊടുക്കുക, അവരുമായിട്ട് മാക്സിമം എൻഗേജ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, അവിടെ ഒരു കണക്ഷൻ ബിൽഡാവും. അങ്ങനെ കുറേ നാളുകൾ നിങ്ങൾ സംസാരിച്ച ശേഷം ആ കമ്പനിയിൽ ഒരു ഓപ്പണിംഗ് വരുന്ന സമയത്ത് അവരോട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടും പോയി ചോദിക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ഇന്ന സ്കിൽ സെറ്റുകളുണ്ട്, എന്നെ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് പരിഗണിക്കാമോ, ഒരു റെഫറൽ തരാമോ എന്ന്. സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾക്ക് എന്ത് തരും, ഒരു റെഫറൽ തരും. ഇങ്ങനെ ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരാൾ നമ്മളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നമ്മളൊരു ഔട്ട്സൈഡറായിട്ട് നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി അഡ്വാൻറ്റേജസ് നമുക്ക് പലപ്പോഴും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ആ സമയത്ത് ഒരു റെഫറൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ടാകും. നമ്മൾ തീർച്ചയായിട്ടും അവർ റെഫർ ചെയ്യും. ആ റെഫർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരാൾ നമ്മളെ റെഫർ ചെയ്യുന്നതും നമ്മളൊരു കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഡയറക്റ്റ് ഔട്ട്സൈഡ് നിന്നുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പല കമ്പനികളും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ റെഫർ ചെയ്യുന്ന ആളുകളെ ജോലിക്കെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതാണ് പല കമ്പനികളും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ എല്ലാ ആളുകൾക്കും ഇങ്ങനെ റെഫറൽ വെച്ചിട്ട് മാത്രമാണോ ജോലിക്കെടുക്കുന്നത്? അല്ല, തികച്ചും നമ്മൾ ഈ റെഫറലിന് പോകുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ എന്തെങ്കിലും നമ്മൾ പഠിച്ചതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഒരു HR-നോടോ അല്ലെങ്കിൽ ഒരു മാനേജറിനോടോ ഒക്കെ സംസാരിച്ച് നമ്മൾ റെഫറൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടത്തില്ല. നമ്മൾ പഠിച്ച മേഖലയിൽ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾക്ക് താല്പര്യമുള്ള, നമ്മുടെ കരിയർ നമ്മൾ നാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആ മേഖലയിൽ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടുള്ള ആളുകളുമായിട്ടാണ് കണക്ഷൻസ് ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ അവർ ത്രൂ ആണ് നമ്മൾ റെഫറൽസ് എടുക്കേണ്ടത്. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സർട്ടിഫിക്കേഷൻസ് എടുക്കുക എന്നുള്ളത്. ഇത് നമ്മൾ ലിങ്ക്ഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പടിയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പടിയും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സർട്ടിഫിക്കേഷൻസ്, പ്രോപ്പറായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എടുക്കുന്നതാണ് മാക്സിമം ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇങ്ങനെയൊക്കെ
ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു ലോക്കൽ ആ ഒരു രാജ്യത്തെ മാത്രം സർട്ടിഫിക്കേഷൻസ് എടുത്തതുകൊണ്ട് മറ്റൊരു രാജ്യത്ത് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ സാധ്യതയുള്ള സർട്ടിഫിക്കേഷൻസ് എന്താണെന്ന് തപ്പി കണ്ടുപിടിക്കുകയും അതിനുശേഷം അത് വ്യക്തമായിട്ടിരുന്ന് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അതിന് വേണ്ടി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ എക്സാംസ് അറ്റൻഡ് ചെയ്ത് ആ സർട്ടിഫിക്കേഷൻസ് നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നാളെ നിങ്ങളൊരു ജോലി നോക്കുന്ന സമയത്ത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സർട്ടിഫിക്കേഷൻസ് തന്നെ മറ്റൊത്തിരി ആപ്ലിക്കൻസ് ചിലപ്പോൾ ഒരു ജോലിക്ക് ചിലപ്പോൾ 2000 പേര് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കേഷൻസ് ഉള്ളത് ചിലപ്പം 100-200 പേർക്കായിരിക്കും. ആ 200 പേരിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഒരു ഇൻ്റർവ്യൂ കോൾ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു സർട്ടിഫിക്കേഷൻ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അത് ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് UK നിന്നൊരു സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മേഖലയിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ എടുക്കാൻ നിങ്ങൾക്ക് നാട്ടിൽ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, ഇന്ത്യയിലുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഇതിന് സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ സമീപിക്കുകയും അവിടുന്ന് നിങ്ങൾ സർട്ടിഫിക്കേഷൻസ് വളരെ കുറഞ്ഞൊരു കോസ്റ്റിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റും. ഇത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതേ സെയിം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് UK കാനഡയിലോ ജർമ്മനിയിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഈ 2 കാര്യങ്ങളും നമ്മളെ ജോലിയിൽ അല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നിങ്ങളൊരു 2-3 ജോലിക്ക് അപ്ലൈ ചെയ്തു ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 15 ജോലിക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അന്നത്തെ ദിവസത്തെ പണി കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ആ പരിപാടി നിർത്തരുത്. നിങ്ങൾ ഒരു ദിവസം നിങ്ങളൊരു മിനിമം നമ്പർ ഓഫ് ജോലി അങ്ങനെയൊന്നും അല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ ലിങ്ക്ഡിൻ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കണ്ടോ, അതിനകത്ത് 15 എണ്ണത്തിന് അപ്ലൈ ചെയ്തു, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോൾ വരുമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് പരിപാടി നിർത്തിയാൽ ആരും നമ്മളെ ഇങ്ങോട്ട് വന്ന് നമുക്ക് ജോലി തരണമെന്നില്ല. നിങ്ങൾ അത്രമേൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ അത്രയും ഇൻഡസ്ട്രിയിൽ ഒരു ഹോട്ട് കേക്ക് ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയെന്നിരിക്കാം. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിന് പറ്റിയൊരു സാഹചര്യം അല്ല നമ്മുടെ ലോകത്ത്. പല രാജ്യത്തും ഇപ്പോൾ റിസഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ AI വളരെ വേഗത്തിലുള്ളൊരു കടന്നുവരവുണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ തേടി ഇങ്ങോട്ട് ആരും വന്നു കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ എല്ലാ ജോലിക്കും കയറി ഒരേ റെസ്യൂമിയും ഒരേ കവർ ലെറ്ററും വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി പല ആളുകളും ചെയ്യുന്നുണ്ടാവും. അപ്പം ഓരോ ജോലിക്കും ഓരോ കമ്പനിയുടെ എക്സ്പെക്റ്റേഷൻസ് വ്യത്യസ്തമായിരിക്കും. അവർക്ക് അവരുടെ കമ്പനി ജോലി ചെയ്യാനായിട്ട് ചില ടൂളുകളുടെ ആവശ്യം ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ അവരുടെ കമ്പനിയിലുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കണമെന്നില്ല നമ്മൾ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു കമ്പനിയിൽ. അപ്പം നമ്മുടെ റെസ്യൂമീസും കവർ ലെറ്ററുകളും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ജോലിക്കും ആപ്റ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ റെസ്യൂമീസ് കറക്റ്റായിട്ട് വീണ്ടും കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലരൊക്കെ ചിന്തിക്കും, ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു 500 കമ്പനിക്ക് അയക്കണമെങ്കിൽ 500 റെസ്യൂമി ഉണ്ടാക്കണം. ഒരിക്കലും വേണ്ട. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മേഖലയിൽപ്പെട്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ആ ഒരു ജോലിയുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏകദേശം ഒരു 10-30 കമ്പനികളുടെ ആ ജോബ് പോസ്റ്റിംഗ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളിരുന്ന് മൊത്തം അനലൈസ് ചെയ്യണമെന്നൊന്നുമില്ല. അത് നിങ്ങൾക്ക് ChatGPT പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് കൊടുത്തിട്ട് ഇതിനകത്തെ കോമൺ ആയിട്ട് എല്ലാ കമ്പനിയും ചോദിക്കുന്ന ഏതൊക്കെ സ്കില്ലുകളാണ്, ഏതൊക്കെ ടൂളുകളാണ് വേണ്ടതെന്ന് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ChatGPTയോട് പറയുക. അപ്പം വിത്തിൻ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ChatGPT ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടൊരു അനലൈസ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു റിപ്പോർട്ട് തരും. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഏതൊക്കെ സ്കിൽ സെറ്റുകളാണ് ഈ കമ്പനികൾക്ക് ആവശ്യം, ഏതൊക്കെ സ്കിൽ സെറ്റുള്ള ആളുകളെയാണ് ഈ കോമൺ ആയിട്ട് ഈ കമ്പനികളെല്ലാം ഹയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ റെസ്യൂമിയിലും കവർ ലെറ്ററിലും മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലരും കേട്ടിട്ട് കാണും ATS, അതായത് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. ഈ ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയിലും ATS ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇൻബിൽട്ട് ആയിട്ട് അവിടെ കാണും. സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യും, ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിൽ ചിലപ്പം 1000-10,000 ആളുകളായിരിക്കും. ഇവരെ എല്ലാം ഇരുന്ന് ഈ HRമാർക്ക് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് സോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന റെസ്യൂമീസും കവർ ലെറ്ററും നേരെ പോകാൻ പോകുന്നത് ATSലേക്കാണ്. അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിൽട്ടറിങ് നടന്നതിന് ശേഷമായിരിക്കും റെസ്യൂമീസ് അപ്പോൾ ഈ പറഞ്ഞ HRൻ്റെ കയ്യിലെത്തുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റെസ്യൂമിക്കകത്ത് പ്രോപ്പറായിട്ട് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമി ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് ATSന് വേണ്ടിയതായിട്ടുള്ള കീവേഡ്സ് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന
കാൻഡിഡേറ്റ്സിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന സ്കില്ലുകളും ടൂളുകളും എല്ലാം നിങ്ങളുടെ റെസ്യൂമിക്കകത്ത് ഉണ്ടാവണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഗെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ കമ്പനികളും പോസ്റ്റ് ചെയ്യുന്ന ജോബ് പോസ്റ്റിംഗ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം ഇതെല്ലാം നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമി ഉണ്ടാക്കാനും അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഒരു ഇൻ്റർവ്യൂ കോളിലേക്ക് എത്തിപ്പെടാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ റെസ്യൂമി പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ ഇനി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാനുവലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ AI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾ സോർട്ട് ചെയ്യുകയും ഇത് നിങ്ങളുടെ റെസ്യൂമിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. പിന്നെ ഇത് കേൾക്കുമ്പോഴും ഇത് നിങ്ങൾക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഇത് സ്പെൻഡ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നതെന്നും ഇൻഡസ്ട്രിയിൽ എന്താണ് വേണ്ടതെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ മേഖലയിൽ ഒരു എക്സ്പേർട്ടായിട്ട് മാറാനും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സമയങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കളയാറുണ്ട് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സ്റ്റിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് അതിന് സമയമില്ല. ഇപ്പം സമയമില്ലാത്ത ആളുകളുണ്ട്. ഇപ്പം നിങ്ങളൊരു ഏതെങ്കിലും ഒരു ജോലിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇതിനൊന്നും വേണ്ടി റിസർച്ച് ചെയ്യാനോ ഇതൊന്നും ചെയ്യാനോ ഒന്നും സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിനുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ ഓൺലൈനുണ്ട്. സോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ത്രൂ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് റെസ്യൂമീസ് ബിൽഡ് ചെയ്യാനും ഉണ്ട്. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ UK-ലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല. പകരം നിങ്ങൾ ജർമ്മനിയിൽ ഒരു ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത പോയിന്റ്. ഈ പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ UK-യിൽ ഈ പറഞ്ഞ ലിങ്ക്ഡിൻ യൂസ് ചെയ്തു, അല്ലെങ്കിൽ റെസ്യൂമീസ് അപ്ഡേറ്റ് ചെയ്തു, കവർ ലെറ്ററുകൾ വെച്ചു, ഇതെല്ലാം വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾ മസ്റ്റായിട്ടും ജർമ്മനിയിൽ ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി ജോലിക്ക് വേണ്ടി നോക്കുന്ന സമയത്ത് നിങ്ങൾ കൺസൾട്ട് ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തിരിക്കേണ്ട ഒരു സെറ്റാണ് ഹെഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആ ഹെഡ് ഹണ്ടേഴ്സുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് വേണം പോകാൻ. അല്ലാതെ ഏതെങ്കിലും ചപ്പുചവറുകളുടെ അടുത്തല്ല പോകേണ്ടത്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹെഡ് ഹണ്ടേഴ്സുമായിട്ട് സംസാരിക്കുക. അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയ കരിയറിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നതായിരിക്കും. സോ അവരുമായിട്ടും കൂടെ നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ജർമ്മനിയിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ഒരു ഉദ്ദേശം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഞാൻ മാക്സിമം അതിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ഈ ചാനൽ പല ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ട്. സോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്ന് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ നമ്മൾ മെയിനായിട്ട് മൈഗ്രേഷൻ റിലേറ്റഡ്, ഫിനാൻസ് റിലേറ്റഡ്, ട്രാവലിംഗ് വ്ളോഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ആ വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. ഇവർ ടെൻഷൻ അടിച്ച് ഭാവിയെക്കുറിച്ച് ഇനി ഉത്കണ്ഠയായിട്ടിരിക്കുന്ന ആളുകളാണ്. അതേസമയം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഈവൻ നാട്ടിൽ നിന്ന് പോലും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് UK-യിൽ ഇപ്പം 3-4 വർഷം വർക്ക് ചെയ്ത് ക്രിട്ടിക്കൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള അങ്ങനെയുള്ള ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ആക്ച്വലി ഇതൊരു സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനി ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബെറ്റർ സാലറി ആയിരിക്കും ഈ പറഞ്ഞ കമ്പനികൾ കൊടുക്കുന്നത്. കാരണം അവരുടെ കയ്യിലുള്ള സ്കിൽ സെറ്റുകൾ ഈ കമ്പനികൾക്ക് വേണം. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അപ്പോൾ കൂടുതൽ പേ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങളും കൂടെ പാലിച്ച് അവർ കൂടുതൽ പേ, ഇപ്പം 41,000 പൗണ്ടിന് മുകളിലേക്കൊക്കെ ഉള്ള സാലറിയിൽ അവർക്ക് ഇനീഷ്യലി തന്നെ അത്രയും പേയ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഇങ്ങനെയുള്ള ആളുകൾക്കുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് സാലറി കൊണ്ടുള്ള ബെനിഫിറ്റും ഇനി കൂടുതൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കിട്ടുന്നത് കൊണ്ടും കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു. ഇപ്പം ആ മാർക്കറ്റിലുള്ള ഒത്തിരി ആളുകൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം മൂലം അവരുടെ വിസ എക്സ്പയർ ആയി അവർ നാട്ടിലേക്ക് പോയാൽ ഇങ്ങനെയുള്ള സ്കിൽഡ് കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി ഇതെല്ലാം അവർക്കിത് ശരിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്കിതിൽ ഏത് കാറ്റഗറി പെടണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. കറക്റ്റായിട്ടുള്ള സ്കിൽ സെറ്റ് അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ അത് നിങ്ങൾ നേടിയെടുത്തതിന് ശേഷം കറക്റ്റായിട്ടുള്ളൊരു ജോലി മേഖലയിൽ ക്രിട്ടിക്കൽ സ്കിൽഡ് കാറ്റഗറിയിലുള്ള മേഖലയിലേക്ക് മാറണം, അതോ വിസ എക്സ്പയറായി നാട്ടിലേക്ക് പോരുന്ന കൂട്ടത്തിൽ പെടണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. സോ അപ്പം അത് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നൊരു ചോദ്യമാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.